നിങ്ങളുടെ ഈ ആർജവം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വിജയിപ്പിക്കുന്നതോടൊപ്പം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ലാതെ വേറെ ഒരു സ്ഥാനാർത്ഥിയെയും നമുക്ക് വിജയിപ്പിക്കാൻ ആവില്ല എന്നുള്ള ഒരു കഠായമായ തീരുമാനമെടുക്കാനും അടുത്ത ഭരണം UDF വളരെ വ്യക്തമാണ്. ആർക്കും തുടർ ഭരണം വരണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി പറയുന്നു. അതിന് ഏതെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും BJP-കാരൻ പോലും വിചാരിച്ചാൽ നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഭരണം UDF-ന്റേതാണ്. അതിന് ആവേശം നൽകുന്ന ഈ സമ്മേളനം നടത്തിയ ഇന്ത്യൻ യൂണിയന്റെ പ്രാദേശിക ഘടകത്തിന് ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണ അഭിവാദ്യം അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇനി നാമേലും ആവേശത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഉജ്ജ്വല വാക്യമി സിദ്ദീഖ് രാങ്ങാട്ടൂർ സാഹിബ് അഭിസംബോധന ചെയ്യും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇരട്ടക്കുളങ്ങര ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയരായ ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ വേദിയിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തു കൂടിയായ അഷ്കർ ഫറൂഖ്, അതുപോലെ എനിക്കേറെ പ്രിയങ്കരനും നിങ്ങളുടെ നാട്ടുകാരനും ജനപ്രതിനിധിയും KMCC ഭാരവാഹിയുമായ എൻ്റെ പ്രിയപ്പെട്ട യൂനുസ് അമ്പലക്കണ്ടി, അതുപോലെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീനിവാസേട്ടൻ, അതുപോലെ വേദിയിൽ നിരവധി നേതാക്കളുണ്ട്. പ്രിയപ്പെട്ട ഷെരീഫ്, അതുപോലെ PC അബ്ദുറഹിമാൻ MSF-ൻ്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, അതുപോലെ CV ഹുസൈൻ സാഹിബ്, വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഞാനിവിടെ വന്നപ്പോഴാണ് ഈ നഗരി പ്രിയങ്കരനായ C മോയിൻകുട്ടി സാഹിബിൻ്റെ നാമധേയത്തിലാണെന്ന് അറിഞ്ഞത്. ഞാൻ സത്യത്തിൽ മോയിൻകുട്ടി സാഹിബിൻ്റെ വിയോഗശേഷം ആദ്യമായാണ് ഈ പ്രദേശത്ത് ഒരു പൊതുയോഗം എന്ന് മനസ്സിലാക്കുന്നു. വല്ലാത്ത ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണം. പക്ഷെ നമുക്കൊക്കെ ഒരു സമാധാനമുള്ളത്, ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മോയിൻകുട്ടി സാഹിബിൻ്റെ ഘനഗാംഭീര്യമുള്ള പ്രസംഗങ്ങൾ, നല്ല ചൂരും ചുണയുമുള്ള പ്രസംഗങ്ങൾ ഈ സമയത്ത് വളരെ അനിവാര്യമായിരുന്നു. വിശിഷ്യപ്പോൾ നമ്മുടെ ജാഥകളും പരിപാടികളും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുക. തീർച്ചയായും ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ടുന്ന വ്യക്തിത്വമായിരുന്നു. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിപ്പോയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് പങ്കെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനും ഇവിടെ വരാനും കാണാനും ഒന്നും കഴിഞ്ഞില്ല. ആ വേദനയും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മക്കും പ്രതിഫലമായി അവിടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസ്കർ ഫറൂഖ് വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷി എന്ന നിലയിൽ നമ്മൾ കൂടിയാൽ കോടാറില്ല. ഏതു സമയത്തും നന്മ പറഞ്ഞുകൊണ്ട്, അതിന് ഭരണം വേണമെന്നില്ല. കേന്ദ്രത്തിലും കേരളത്തിലും മുക്കത്ത് മുനിസിപ്പാലിറ്റിയിലൊന്നും ഭരണം വേണമെന്നില്ല. മുസ്ലിം ലീഗ് 48 മാർച്ച് 10 രൂപീകൃതമാകുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ആ പരുവത്തിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് അപ്രാപ്യം എന്നെല്ലാവരും മുദ്രയടിച്ചു വിട്ട കേന്ദ്ര മന്ത്രി സ്ഥാനത്ത് വരെ ഞങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അസ്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പരാജയം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ പരാജയമല്ല. അഹമ്മദ് മന്ത്രി അല്ലാതായപ്പോൾ ആദ്യം കരഞ്ഞത് ഫലസ്തീനിലെ പെൺകുട്ടിയാണ്.
അഹമ്മദ് മന്ത്രിയായപ്പോൾ ഫലസ്തീൻ മക്കൾക്കുണ്ടായ ഹൈറായ ഒരുപാട് നന്മകളെ ഓർത്തുകൊണ്ടാണ് ആ പെൺകുട്ടി കരഞ്ഞത്. ഇനി ഇന്ത്യ എന്ന് ബോർഡ് വെച്ചൊരു കപ്പൽ റബ്ബേ ഫലസ്തീനിലേക്ക് വരില്ലയോ എന്നോർത്താണ് ആ പൊന്നുമോൾ കരഞ്ഞത് എങ്കിൽ നമ്മൾ അറിയണം, ഒരു ലീഗുകാരൻ ഒരു പ്രദേശത്ത് ജയിച്ചാൽ, ഈ പച്ചക്കൊടി പാറിയാൽ, അതുകൊണ്ട് ആകെ മൊത്തം നന്മയാണ്. നമ്മൾ ജയിച്ചാലും തോറ്റാലും പ്രവർത്തനം നിർത്തിപ്പോരുന്നവരല്ല. നമ്മുടെ അജണ്ട എന്നുള്ളത് ആകെ മൊത്തം ജനങ്ങൾക്ക് നന്മ ചെയ്യലാണ്. നമ്മളൊരു പ്രദേശത്ത് ഒത്തുകൂടിയാൽ അവിടെ പൊളിക്കലിൻ്റെ ഗൂഢാലോചനയല്ല, ഉണ്ടാക്കലിൻ്റെ കൂടിയാലോചനകളാണ്. ജാതി പറയാതെ, മതം പറയാതെ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും സ്നേഹിച്ചും സേവിച്ചും നീങ്ങുകയാണ്. ആ നന്മ കൊണ്ടാണ് ജനഹൃദയങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ജയാപജയങ്ങളല്ല ഒരു പാർട്ടിയെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോ UDFന്റെ പ്രതിനിധികളോ മൃഗീയമായ സ്വാധീനമുള്ള മേഖലകളിൽ നമുക്ക് പരാജയം വന്നാൽ അത്ഭുതപ്പെടാനില്ല. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ BJP-കാരനെ ജയിപ്പിച്ചിട്ടുണ്ട് നാട്ടിൽ. ഇതൊരു മഹാത്ഭുതമാണ്. ആളുകൾക്ക് അസൂയ തോന്നിയാൽ പിന്നെ മറ്റൊരു വിരോധത്തിൻ്റെയും കാരണം വേണ്ട. ലീഗ് എന്താണ് ചെയ്തത് ഈ നാട്ടിൽ? ആരുടെയെങ്കിലും കാര്യത്തിൽ, ഏത് നന്മയുടെ കാര്യത്തിൽ പുറംതിരിഞ്ഞു നിന്നു എന്ന് ആർക്കെങ്കിലും സൂചിപ്പിക്കാൻ സാധിക്കുമോ? ഞാൻ അത്ഭുതപ്പെടുക. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയല്ല മുസ്ലിം ലീഗ്. നമ്മുടെ മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച് ഭാര്യയും ഭർത്താവും മെമ്പർമാരായി 4ഉം 5ഉം തവണ മത്സരിച്ച് ജയിച്ച ആളുകൾക്ക് ഈ തവണ സീറ്റ് കൊടുക്കാതായപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവരെ സഹായിച്ച് അവർ പല സ്ഥലത്തും ജയിച്ചു വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4ഉം 5ഉം തവണ ഒരേ ആൾ തന്നെ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് അയാൾ 4-5 കൊല്ലം, 5 കൊല്ലമല്ല 5 തവണ എന്ന് പറഞ്ഞാൽ 25 കൊല്ലം ശമ്പളം വാങ്ങി, പോരാത്തതിന് ലീഗ് കൊണ്ട് ജോലിയും കിട്ടി. ആ ജോലിയും കിട്ടിയ ശേഷം വീണ്ടും സീറ്റ് കൊടുത്തില്ലെങ്കിൽ ലീഗിനെതിരെ റിബലായി മത്സരിക്കുന്നൊരു പ്രവണത ഞാൻ ചില സ്ഥലത്ത് കണ്ടു. എന്താ കാര്യം എന്നറിയാം? ഞങ്ങൾ ഈ കോൺഗ്രസ്സർക്കും ലീഗുകാർക്കുള്ളൊരു സുഖം എന്താണെന്നറിയാം? എത്ര എതിർത്താലും ഞങ്ങൾ കൊല്ലൂല. അതാണ് അതിൻ്റെ ഒരു സുഖം. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്ന് നിന്നോക്കട്ടെ. ഞങ്ങൾ കൊടുത്ത ബൈത്തുറഹ്മയിൽ ഞങ്ങൾക്കെതിരെ കുടുംബയോഗം ചേർന്നിട്ടുണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തൊരു വീട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കുടുംബയോഗം ചേർന്നാൽ ആ കുടുംബനാഥനെ ഡൈനിങ് ഹാളിൽ മറ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസമാണത്. ഞങ്ങൾ മാന്യന്മാരാണ്. ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ആർക്കും എന്തും പറയാം. ഇപ്പൊ കോൺഗ്രസിനെതിരെ കോൺഗ്രസിൽ തന്നെ ചില ആളുകൾ മത്സരിക്കും, ലീഗിനെതിരെ ലീഗിൽ തന്നെ മത്സരിക്കും. എന്നാൽ TP ചന്ദ്രശേഖരന്റെ ഗതി KT ജലീലിന് വന്നിട്ടില്ല. അവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ അവിടെ നിന്ന് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ നാട്ടിൽ നിന്ന് BJP-കാരനെ വരെ ജയിപ്പിക്കാം. അങ്ങനെയുള്ള വിരോധക്കാരൊക്കെ നാട്ടിലുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡല ലക്ഷദ്വീപ്. മുസ്ലിങ്ങളല്ലാത്ത ഒരൊറ്റാളും വോട്ടർമാരായി ആ വോട്ടർ പട്ടികയിലില്ല. ഞാൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രചരണം കഴിഞ്ഞ് പിന്നെ പോയത് ലക്ഷദ്വീപിലേക്കാണ്. അങ്ങോട്ട് ഫ്ലൈറ്റിലും ഇങ്ങോട്ട് കപ്പലിലുമാണ് വന്നത്. അവിടെ ഹംദുല്ല സയ്യിദ് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. PM സയ്യിദിന്റെ മകൻ, കൈപ്പത്തി ചിഹ്നത്തിൽ. നമ്മൾ അറിയണം, മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലം. അവിടെ നേരത്തെ LK അദ്വാനി വന്നു. LK അദ്വാനി വന്ന് NDA മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ. അയാൾ അവിടെ നിന്ന് ജയിപ്പിച്ചു. അത്ഭുതം കാണിച്ചിട്ടുണ്ട്. നിങ്ങളറിയണം, ലീഗ് തോറ്റാലാണ് രസം എന്നാ പല ആളുകളും പറയുന്നത്. അല്ല, രസനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ, കുറച്ചും കൂടി കഴിയട്ടെ. പണ്ട് ഹോട്ടലിൽ ചോറ് നീന്ന് ഒരുത്തനോട് ചോദിച്ചു രസം വേണ്ടേ? അവൻ പറഞ്ഞു രസമൊക്കെ ലാസ്റ്റാണ്. അവസാനം കയ്യും കൂടിയും കഴുകാതെ പൈസ കൊടുക്കാതെ ഒരൊറ്റ പാച്ചില വിട്ടു നിന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് രസം എന്ന പോലെ രസനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മുക്കം മുനിസിപ്പാലിറ്റിക്ക് അധികാരങ്ങൾ വേറെ വരും. ഇവിടെ നിന്ന് ജയിച്ചുപോയ ജനപ്രതിനിധി അടക്കമുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. ഏതായി മാർക്സിസ്റ്റ് പാർട്ടി? നമ്മൾ അറിയണം. കേരളക്കരയിൽ ഇവർ ചെയ്യുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുകയാണ്. ഒരു കൊറോണ കാലമായതുകൊണ്ടാണ് നരേന്ദ്രമോദി പൗരത്വ വിഷയം വീണ്ടും പൊടി തട്ടിയെടുക്കാത്തത്. ഈ പൗരത്വ വിഷയത്തിന് ശേഷം ഇതൊന്ന് നടപ്പിലാക്കാൻ ഏപ്രിൽ മാസമാണ് കരുതിയിരുന്നത്. ഏപ്രിലും മെയ്യും ഒക്കെ കടന്നുപോയാണ്
നമ്മളൊരു കൊറോണയെ ഈ സമയത്ത് ജനുവരിയിലേക്ക് പ്രവേശനം നടത്തി ഫെബ്രുവരി മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിങ്ങ് കഴിഞ്ഞാൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ആദ്യത്തെ അജണ്ട അന്ന് മുഴുമിക്കാതെ പോയ പൗരത്വ വിഷയത്തിൽ തീരുമാനമെടുക്കലാണ്. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ? ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസിൽ ചെന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ ഈ കാര്യത്തിൽ? മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ, ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാൻ നല്ല വർത്തമാനം പറയും പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അവരുടെ ഓരോ വിഷയത്തിലുമുള്ള നിലപാട് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ അവർ കേരളത്തിൽ ചെയ്തു കൂട്ടുന്നത്? നേരത്തെ അസ്കർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ അറിയണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്, നിയമസഭയിലാണ് ചോദ്യം. സാർ, പൗരത്വ വിഷയത്തിൽ എത്ര കേസുണ്ട് കേരളത്തിൽ? ആരുടെയെങ്കിലും പേരിൽ കേസെടുത്തിട്ടുണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? പൗരത്വ വിഷയത്തിൽ കേസെടുക്കുക എന്നത് സർക്കാരിന്റെ നയമേ അല്ല. എന്റെ പ്രിയപ്പെട്ട അസ്കർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞാൻ വിശദമായി അത് പറയുന്നില്ല. നാസർ ഫൈസി, കൂടത്തായി അടക്കമുള്ള ആളുകളുടെ പേരിൽ ഇനി ഞാൻ സമൻസ് വന്നിട്ടുണ്ട്. 46 ആൾക്കാർ നോട്ടീസ് വന്നത്. അതിൽ പറയുന്ന കേസ് എന്താണെന്നറിയോ? ഓരോ മഹല്ല് കമ്മിറ്റിയും ശ്രദ്ധിച്ചോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ പേരിൽ കേസുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട് AP ഉസ്താദുമായി ബന്ധപ്പെട്ടവരുടെ പേരിൽ കേസുണ്ട്. നിങ്ങൾ അറിയണം, തബ്ലീഗ് ജമാഅത്തിന്റെ അമീറന്മാരുടെ പേരിൽ കേസുണ്ട്. അഹ്ലെ ഹദീസ് അവരുടെ പേരിൽ കേസുണ്ട്. അഹ്ലെ ഖുർആൻ അവരുടെ പേരിൽ കേസുണ്ട്. തീർന്നില്ല, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ കേസുണ്ട്. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ കേസുണ്ട്. NDF-കാരുടെ പേരിൽ കേസുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് കേസുണ്ട്. ഓരോ മഹല്ല് ജമാഅത്തിന്റെ പേരിലും കേസുണ്ട്. എന്താ കേസ്? കലാപമുണ്ടാക്കാൻ ആളുകളെ സംഘടിപ്പിച്ചു എന്നതാ കേസ്. ഇവർക്ക് വന്ന നോട്ടീസൊക്കെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്താ? ജയിൽ ഉറപ്പാണ്. നിങ്ങൾ അറിയണം, UAPA ഉള്ള പല ആളുകളും ഇവിടെ വിലസുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ ചില ആളുകളെ നല്ല രീതിയിലല്ല കാണുന്നത്. നല്ല രീതിയിൽ കാണാത്തവരൊക്കെ കേന്ദ്രത്തിന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അലനും ത്വാഹായും അതിൽപ്പെട്ടവരാണ്. സിദ്ദീഖ് കാപ്പൻ, നിങ്ങൾ അറിയണം, ഹത്രസിലെ പെൺകുട്ടിയുടെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ ആ പത്രക്കാരൻ വേങ്ങരക്കാരനാണ്. ആ സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്ന മലയാളി, അദ്ദേഹം 10 ദിവസത്തെ ജാമ്യത്തിൽ വരുന്നത് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അടക്കമുള്ള ആളുകൾ, ET അടക്കമുള്ളവർ ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിച്ചതിന് ശേഷം ജുഡീഷ്യൽ തലത്തിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തി. എന്നാൽ ഒരു UAPA ഉള്ള ആളാണ് നമ്മുടെ P ജയരാജൻ. ഒരു പ്രശ്നമില്ല. ഒരു കാഞ്ഞങ്ങാട് കൊലപാതക സ്ഥലത്തുണ്ട്, ഇങ്ങനെ നിൽക്കണ്. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, മരിച്ചോടുത്ത് പറയാൻ വന്നിക്കാണ്. ആ ജയരാജന് UAPA ഉണ്ട്. അയാളെ CBI തെരഞ്ഞു വരുന്നുണ്ട്. നോക്കണം നിങ്ങൾ, പിണറായി ഫാൻസ് അസോസിയേഷൻ ആയാൽ കേരളത്തിൽ രക്ഷയുണ്ട്. എല്ലാ മാർക്സിസ്റ്റുകാർക്കും രക്ഷയില്ല. നിങ്ങൾ അറിയണം, അഭിമന്യുവിന്റെ കുടുംബത്തിന് രക്ഷയില്ല. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് രക്ഷയില്ല. എന്നാലോ നിങ്ങൾ അറിയണം, കേരളക്കരയിൽ എയർ ഇന്ത്യ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഒരു 1-ാം പ്രതി ഉണ്ട്. നാട്ടുകാരറിയണം, 3 പ്രതികളെ ശിക്ഷിച്ചു. ഒരു പ്രതി അത്യാസന്ന നിലയിലോ രോഗശയ്യയിലോ ആണ്. 1-ാം പ്രതി പിടികിട്ടാ പുള്ളിയാണ്. ഞാൻ കുറെ ദിവസമായി വയനാടും കാസർഗോഡും അയാളെ അന്വേഷിക്കുന്നു. ഞാൻ ഈ പ്രദേശത്തും വന്ന് ഇരട്ടക്കുളങ്ങരയിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ അറിവിൽപ്പെട്ടാൽ ആ മനുഷ്യനെ എനിക്കൊന്ന് പിടിച്ചു തരണം. ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാണ്. അയാളെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. ഞാൻ തിരിട്ട് തെരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടിട്ടില്ല. നിങ്ങളടുത്തെങ്ങാനും ആ മനുഷ്യനുണ്ടോ? പൊന്നാര ചങ്ങായിമാരെ, അത് കേരളത്തിന്റെ പുയാപ്പിളാണ് സഖാവ് പിണറായി വിജയന്റെ മരുമകൻ. അറിയോ? മരുമകൻ പിടികിട്ടാ പുള്ളി. ആരാണ്? ആഭ്യന്തരം അമ്മോശന്. നോക്കണം, അമ്മോശന് ആഭ്യന്തരമുള്ള നാട്ടിൽ മരുമകൻ പിടികിട്ടാ പുള്ളി. നോക്കണങ്ങള്, പോലീസിനെ വിളിച്ചിട്ട് വല വീശി പിടിക്കണോ? ആ വീണാന്ന് പറഞ്ഞ പെമ്പറന്നോളെടുത്ത് കിടക്കുമ്പോ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മാന്തിയ കിട്ടണം മുതലല്ലേ ഈ മുഹമ്മദ് റിയാസ്. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അവർക്ക് നിയമം ബാധകല്ല, അയാൾക്ക് നിയമം ബാധകല്ല. ഒരൊറ്റ കാര്യമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ, ഒക്കത്തിനും കാരണം ഒരു ലാവ്ലിൻ കേസാണ്. പിണറായി വിജയൻ ഒരു വലിയ ലറൂറത്തിലാണ്. അത് ലാവ്ലിൻ കേസാണ്. 374 കോടിയുടെ അഴിമതിയാണ്. 22 തവണയാണ് ആ കേസ് മാറ്റിവെച്ചത്.
നരേന്ദ്രമോദി ഇങ്ങനെ ഒരാളോട് ദയാവായ്പ് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭമില്ലാതെ ചെയ്യോ നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ പിണറായി വിജയൻ 6 തവണയാണ് നരേന്ദ്രമോദിയെ കാണാൻ പോയത്. ഒരു മുഖ്യമന്ത്രിക്ക് പോകാൻ ഒരുപാട് അവസരമുണ്ട്, പോകാം, തെറ്റല്ല. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണണം, നാട്ടിലേക്ക് വല്ലതും കൊണ്ടുവരണം. പക്ഷേ പിണറായിയുടെ 4-6 പോക്കും അപകടകരമായ പോക്കാണ്. ആറന്മുള കണ്ണാടി, പുതക്കാനുള്ള പുതപ്പ്, കൊറിക്കാൻ കുറെ സാധനം, ഒരു സഞ്ചിയിൽ കുറെ മുതലുമായ പോയത്. ഒരു മരുമകൻ അമ്മോശനെ കാണാൻ പോണ ലുക്കിലാണ് ചുരുക്കി പറഞ്ഞ പോയത്. അങ്ങനെ പിണറായി ഇങ്ങനെ നിൽക്കുമ്പോ നരേന്ദ്രമോദി ഇയാളെ ഒഴിഞ്ഞൊരു നോട്ടാണ്. ആ നോട്ടത്തിൽ ഇയാളെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു വല്ലാത്ത ലജ്ജയിലെ ചോദ്യങ്ങൾ, കുറെ നേരായി ഇന്നെങ്ങനെ ഒഴിഞ്ഞു നോക്കണേ. അപ്പോ നരേന്ദ്രമോദി ഇങ്ങനെ ഇടം കണ്ടിട്ടിട്ട് ലാവ്ലിൻ 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 ഇതിങ്ങനെ ഇഷാറത്താക്കുകയാണ്. അതിങ്ങനെ കാണുമ്പോ ഇയാൾക്ക് അടിയുന്നൊരു പുളി കയറുകയാണ്. അപ്പൊ സ്വകാര്യമായിട്ട് വന്നിട്ട് പറയാണ്, എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ, മനുഷ്യനെ ബേജാറാക്കണ്. ഇത് കേൾക്കുമ്പോഴാണ് എന്നാ പിടിച്ചോ ഇതൊന്ന് ശരിയാക്ക്. അങ്ങനെ കിട്ടിയതാണ് ലോക്നാഥ് ബെഹ്റ. ഈ ലോക്നാഥ് ബെഹ്റ കേരളത്തിലെ പോലീസുകാരുടെ അമീറാണ്, ഇമാമാണ്. എങ്ങനെ വന്നതാണെന്നറിയോ? ഉത്തരേന്ത്യൻ കലാപങ്ങളിൽ മരിച്ചോരെ പേരിൽ കേസെടുത്തിട്ട് കൊന്നോർക്ക് ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനായ ഇയാൾ കേരളത്തിലെ മൊത്തം പോലീസുകാരന്റെ ചുമതലയാണ്. മമതാ ബാനർജി പെണ്ണാണ്, എടുത്തില്ല. ആണുങ്ങളായ പല BJP ഇതര ഗവൺമെന്റും എടുത്തില്ല. ഇയാളെ ഇരട്ട ചങ്കുള്ള സഖാവ് പിണറായി വിജയനാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. പാതിരാവിലെ ആ സർക്കുലർ ഒപ്പിടുന്നത്. പന്ന്യൻ രവീന്ദ്രന്റെ പാർട്ടിക്ക് ഇതിനോട് സമ്മതമില്ല, DYFIക്ക് സമ്മതമില്ല, KT ജലീൽ അറിഞ്ഞിട്ടില്ല. ഞാൻ ധൈര്യസമേതം പറയാണ്, ഒരിക്കലും അവരാരും സമ്മതിക്കൂല. കാര്യം പിണറായി വിജയന്റെ ലറൂറത്ത് ലാവ്ലിൻ കേസാണ്. അത് തീരണമെങ്കിൽ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്തണം. അയാളെ കൊണ്ടുവന്നു. അയാളാണ് ഈ പറഞ്ഞ എല്ലാ വിഷയത്തിന്റെയും പിന്നിൽ. പൗരത്വ വിഷയത്തിൽ കേസെടുക്കൽ ഞങ്ങളെ നയമേ അല്ല എന്ന് മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് പറയാ. 519 കേസ് ഇവിടെ റെഡിയായിട്ട് ഇരുന്നിട്ട് 46 സമൻസ് അയച്ചു കഴിഞ്ഞു. മദ്യമുക്ത കേരളം എന്ന് ഇവിടെ പറയാ. ഷാപ്പ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും തുറക്കുക. കടല് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല, ഞങ്ങൾ അമേരിക്കക്കാരെ കണ്ടിട്ടില്ല എന്ന് പറയാ. ഇത് രമേശ് ചെന്നിത്തല ഇങ്ങനെ എടുത്തു കൊടുന്നപ്പോ ഇപ്പൊ കാര്യങ്ങൾ ബോധ്യ. സ്വപ്ന സുരേഷിനെ ഞാൻ അറിയില്ല എന്ന് പറയാ. കൊറോണ കാലത്തെ കല്യാണത്തിന് ഈ റിയാസ് പുതിയാപ്പിളിറങ്ങുമ്പോ വീണ എന്ന് പറഞ്ഞ മണവാട്ടിക്കും റിയാസ് എന്ന് പറഞ്ഞ മണവാളന്റെയും ഇടയിൽ 2 അമ്മോശന്റെയും അമ്മായിമാന്റെയും ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആര്? സ്വപ്ന. ഈ പെണ്ണിനെ ഞങ്ങൾ അറിയില്ല. നിങ്ങൾ അറിയണം, ഈ പിണറായി വിജയന്റെ പോക്കെങ്കോട്ടാണ്. ഇത് ഞങ്ങൾ പറയുമ്പോ ഇവിടുന്ന് ജയിച്ച സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ അല്ലാതൊക്കെ ശ്രമിച്ചവര് ചിന്തിക്കും, ലീഗേർ ഈ പിണറായിയാണ് RSS ആക്കുന്നത്, ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ മാത്രല്ല, കേട്ടോ, പിടിച്ചോ. ആരാ? പന്ന്യൻ രവീന്ദ്രൻ. CPI ഏതായി? CPI. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കിടക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാപ്പനി അറിയുന്ന CPI. ആ CPIയുടെ നേതാക്കന്മാരാ പറഞ്ഞത്, ഈ പിണറായിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാളെ ഒരു പൊതുയോഗം വെച്ച് വിശദീകരിക്കുവോ? മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കളി കൈവിട്ടു പോവുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? പൗരത്വം കഴിഞ്ഞാൽ അടുത്തതായി നരേന്ദ്രമോദി എടുക്കാൻ പോകുന്ന വിഷയം എന്താണെന്നറിയാം? അന്ന് ഏപ്രിലിൽ പൗരത്വം ക്ലിയറായി വന്നിരുന്നുവെങ്കിൽ ഇതാ ഇപ്പോ ഏക സിവിൽ കോഡ് വരുമായിരുന്നു ഈ ജനുവരിയിൽ. എന്താ ഈ ഏക സിവിൽ കോഡ്? ഏതെങ്കിലും വസ്ത്രത്തിന്റെ ബാർകോഡല്ല ഏക സിവിൽ കോഡ്. അറിയോ? മയ്യത്ത് മറവ് ചെയ്യുന്നതിൽ ഒറ്റ നിയമം, ചുട്ട് ചാമ്പലാക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ. നിക്കാഹിന് പ്രത്യേക നിയമങ്ങളില്ല, ത്വലാഖിന് പ്രത്യേക നിയമങ്ങളില്ല, സ്വത്തവകാശം എല്ലാവർക്കും ഒരുപോലെ. അങ്ങനെ ഒരു പ്രത്യേകമായ രീതി, കാര്യങ്ങൾ. എന്തുകൊണ്ടാണത്? ഇത് പറയുമ്പോൾ ചില സഖാക്കൾ, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, അയാൾ പറഞ്ഞിട്ടില്ലേ സ്വത്തവകാശം എല്ലാവർക്കും ഒരുപോലെ എന്നതിനെ ലീഗ് എതിർക്കുന്നു എന്ന്? അത് ലീഗിന്റെ നിയമ അല്ല, മതത്തിന്റെ നയമാണ്. എന്തുകൊണ്ടാണ്? പുരുഷന് 10 സെന്റ് കൊടുക്കുമ്പോൾ പെണ്ണിന് 5. പുരുഷനാണ് എല്ലാ ഉത്തരവാദിത്വം.
കാരണം ചെലവിന് കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുക. പെമ്പർന്നോൾക്കെതിരല്ല, ആമ്പർന്നോന് നേരെയാണ്. ഓന് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ചെലവാക്കാൻ കടമപ്പെട്ടവനാണ്. അപ്പൊ അവന് കുറച്ച് അധികം കൊടുത്തു എന്നുള്ളത് ലോകക്രമത്തിലെ നിയമമാണ്. ആ നിയമത്തെ ചോദ്യം ചെയ്ത ഞാൻ അത്ഭുതപ്പെട്ട. അത് പറഞ്ഞൊരു സഖാവിനെ ഞാൻ അടുത്തറിയുന്ന ഒരാളാണ്. അയാളെ പറമ്പ് ഓരി വെക്കുമ്പോ മൂപ്പര് 5 സെന്റ് എടുത്ത് 2.5 സെന്റ് പെങ്ങൾക്കും കൊടുത്ത ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇൻഡാനിത് ബാധകല്ലേ? ഓൻ അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഈ 5ഉം 2ഉം 2.5 7.5 കൂട്ടിയിട്ട് പകുതിയും പതിയാക്കണ്ടേ? ഓനക്ക് കിട്ടുന്നിടത്തോൻ വാങ്ങാണ്. അവിടെ ഓനക്ക് നിയമം ബാധകല്ല. എന്താ ഏക സിവിൽ കോഡ് വന്നാൽ? ഓരോരുത്തർക്കും ആചാരപ്രകാരമുള്ള കല്യാണങ്ങളുണ്ട്. മുസൽമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീനിവാസേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മതാനുയായികൾക്കും അവന്റെ ആചാരം അതിപ്രധാന. ഇസ്ലാമിക ആചാരപ്രകാരം വലിയ വേണം, വരൻ വേണം, ഈജാബ് വേണം, ഖബൂല് വേണം, സവ്വജ്തുക വ അൻകഹ്തുക, നീതിമാന്മാരായ സാക്ഷികൾ. അപ്പുറത്തോ പൂജ വേണം, പൂജാരി വേണം, നിറവറ വേണം, നിലവിളക്ക് വേണം, താലിമാലകൾ വേണം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ വേണം. എന്നാൽ കേരളത്തിൽ നടന്ന ചില കല്യാണങ്ങൾ, ഹസീന മണവാട്ടി. ആരാ മണവാളൻ? എം എം മണിയുടെ പുന്നാര മോന് ശശികുമാർ മണവാളൻ. ആരാ പുതിയണ്ണ്? ബദറുന്നീസ, മുഹമ്മദ് റിയാസ്. ആര് പുതിയാപ്പിള? ആരാണ് പുതിയണ്ണ്? വീണ വിജയൻ. തീർന്നോ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച സാനു, സക്കരിയാന്റെ മോന്, റംലാന്റെ മോന്. ആരാ മണവാട്ടി? ഗീത. എന്താ കാര്യം? മാർച്ചിട്ടുപാട്ടി ഇത് സർവ്വവ്യാപകമായി ഹലാലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൽക്ക് ഇനി നിക്കായില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണം ഓൽക്കൊരു റൂട്ടുണ്ട്. അവർക്ക് ആ ചുവന്ന ഹാരം അണിയിച്ചാൽ അതാ കേട്ടി ജലീലാണ് ഇതിൻ്റെ ഒക്കെ ഖത്തീബും അധിക സ്ഥലത്തും. അതാ രസം. നമ്മളെടുത്തു നിന്നും ഷർത്തും വെറുതും പോരായിട്ട് പോയതാണ്. ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ നടപ്പ്. പിണറായി എന്താ പറഞ്ഞത്? അതന്നെ എല്ലാം. ഞാൻ ഓർക്കുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ പരിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ട് വളാഞ്ചേരി അങ്ങാടിയിൽ കുഞ്ഞാലിക്കുട്ടി അഴിമതി നടത്തിയെന്ന് പറഞ്ഞത്. ഇന്ന് ആ ഖുർആന്റെ പേരിൽ തന്നെ KT ജലീൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ അറിയണം, നയതന്ത്ര ചാനൽ വഴി കടത്തിയ ആ സ്വർണത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളായിരുന്നു. പിന്നെ ഈത്തപ്പഴം പിടിക്കപ്പെട്ടു, ഇതും പിടിക്കപ്പെട്ടു. വിഷയങ്ങളെല്ലാരും അറിഞ്ഞു. എന്താ ഉണ്ടായത്? എന്താ മാർച്ചിട്ട് പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത്? അത്ഭുതപ്പെട്ടു പോവുകയാണ്. KT ജലീൽ പറഞ്ഞത് യത്തീം കുട്ടികൾക്കുള്ളതാണ്. ഏത്? ഈത്തപ്പഴം. സിയാപ്റ്റിന്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത് ചവക്കുന്ന ചിത്രമുണ്ട് സകല CCTV ക്യാമറയിലും. ചവക്കുന്നവർക്കൊക്കെ ബാപ്പിയുണ്ട്. പിന്നെ ഏത് യത്തീംഖാനേക്കാ കൊണ്ടുപോയതൊന്നൊരു പിടുത്തില്ല. പിന്നെ ഖുർആൻ, വിശുദ്ധ ഗ്രന്ഥം. ആകെ വന്ന ഖുർആന്റെ തൂക്കം നോക്കുമ്പോ ഒരു മുസാഫിന്റെ തൂക്കം ഇത്ര, ആകെ വന്ന മുസാഫ് ഇത്ര. ടോട്ടൽ മുസാഫ് വെച്ച് നോക്കുമ്പോ കിലോ 5679 കിലോ കുറവ്. അപ്പൊ ചിലവര് പറയാണ് ജലീൽ കൊടുത്ത ആ കെട്ടില് അൽബഖറ ഇല്ലാത്ത ഖുർആനായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, 1/3 തൂക്കം കുറഞ്ഞിട്ടുണ്ട്, ഉത്തരം പറയണോ? അപ്പൊ വേറൊരു കോന്തം പറഞ്ഞു, എന്ത്? ചിലപ്പോ ഇഖ്ലാസ് സൂറത്ത് പാറിപ്പോയിട്ടുണ്ടാവും. 1/3 ഇഖ്ലാസ് സൂറത്ത്. ആയിഷ ബിബി കിടന്നുറങ്ങാൻ പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആയിഷ ഖുർആൻ മുഴുവൻ ഓതി കിടക്കണം. ആയിഷ ബിബി പറഞ്ഞത്, നബിയെ ഖുർആൻ അങ്ങനെ ഫുൾ ഓതാൻ നിന്നാന്ന് ഉറങ്ങാൻ പറ്റുമോ? അതിന് പറഞ്ഞതാണ് ഖുർആനിലെ ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് 1/3. അത് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ കൂലിയാണ്. ഒരു ന്യായീകരണ തൊഴിലാളികൾ പറയാണ്, ചിലപ്പോൾ ആ ഏട് വാറിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ അറിയണം, ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കും, യാതൊരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് വന്നപ്പോ എൻ്റെ നാട്ടിലൊരു മുസ്ലിം പാവം മാർച്ചിട്ട് പാർട്ടിയുടെ ജാഥയിൽ സ്ഥിരമായിട്ട് പോണ ആളാ. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ പിണറായിനെ കണ്ടുപിടിക്കണം, ലീഗരും കോൺഗ്രസ്സുകാരും. എന്തേ കാര്യം? പിണറായി ഗവൺമെന്റ് വന്നപ്പോ ഒരു വലിയ ഹൈറ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഹൈറ്? ഈ ഹാ ഒക്കെ ഇയാളെ ഹെൽക്കുന്നാ വരണത്. ഞാൻ ചോദിച്ചു, എന്താ അയാൾ ചെയ്ത ഹൈറ്? പിണറായി ഭരണത്തിലേറിയ അന്ന് ചെയ്ത പണി ഒരു വലിയ നന്മയാണ്, നിങ്ങളൊക്കെ അത് മാതൃകയാക്കണം. എന്താ? അയാളെ ഓഫീസിൽ നിന്നെല്ലാ CCTV ക്യാമറയും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഈ സാധുവിന്റെ വിചാരം എന്താണെന്നറിയാം, ചില നിക്കാഹിന്റെ മജ്ലിസിൽ മുസ്ലിംമാര് ഫോട്ടോ എടുക്കാൻ അയക്കൂല.
അതുപോലെ മുത്തലക്കായ മുത്തക്കിയായ ഒരു ദറജുള്ള മുതലാണ് ഈ പിണറായി എന്നാ ഈ പോയത്തക്കാരൻ കരുതിയത്. പക്ഷെ ഉണ്ടായത് എന്താ? ഈ സ്വപ്നയുടെ വരവും പോക്കും അറിയാതിരിക്കാനാണ് ഈ ചങ്ങായി ഇത് ചെയ്തതെന്ന് ഈ എന്തിനറിയില്ല. അയാൾ ഇയാൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയാണ്. നിങ്ങൾ ആരെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്താ മാർച്ചിട്ട് പാർട്ടിയുടെ ലൈന്? കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവവും മാർച്ചിട്ട് പാർട്ടിക്ക് പോലും രക്ഷയില്ലാത്ത പോക്കാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വേദിക്കരികെ ബോംബ് സ്ഫോടനം നടത്തിയ കേസ്, RSSന്റെ കേസ് എടുത്തിട്ടില്ല ഇതുവരെ. കേരളത്തിന്റെ നിയമസഭയിൽ VT ബൽറാം ചോദിച്ചതാണ്, അനങ്ങിയിട്ടില്ല. സ്കൂളുകളിൽ RSSന്റെ ക്യാമ്പുണ്ട് കണ്ണൂരിൽ, അത് നിർത്തൽ ചെയ്യണമെന്ന് അപേക്ഷയിൽ ഒപ്പിട്ട് പരാതി കൊടുത്ത ആളെ പേര് P ജയരാജൻ എന്നാണ്. ഇതുവരെ ആ കേസ് എടുത്തിട്ടില്ല. എന്താണ് ഇയാൾക്ക് ഇത്ര മടി? എൻ്റെ മോയിൻകുട്ടി സാഹിബിന്റെ പേരിൽ വരെ ദേശീയ പതാകയുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത ഗവൺമെന്റായി ഗവൺമെന്റ്. എന്നാൽ നിങ്ങൾ അറിയണം, RSSന്റെ മോഹൻ ഭഗവത് പാലക്കാട് വന്ന് പതാക ഉയർത്തി, വലിയ ബഹളായി. കലക്ടർ മേരിക്കുട്ടി പരാതി കൊടുത്തു. ആർക്ക്? പാലക്കാട് ജില്ലാ കലക്ടർ. ആ സ്കൂളിന്റെ പ്രിൻസിപ്പളും. കേസെടുക്കുന്നത് ആരെ പേരില? കലക്ടർ മേരിക്കുട്ടിയുടെ പേരിലും പ്രിൻസിപ്പളെ പേരിലും. പതാക ഉയർത്തിയ മോഹൻ ഭഗവതിനോ കേസില്ല. അയാൾ പറഞ്ഞു, വിധി ഉണ്ടെങ്കിൽ ഞാൻ റിപ്പബ്ലിക്കിനും വന്ന് പതാക ഉയർത്തും. ഒന്ന് ഉയർത്തി. ഇയാളൊന്നും പറഞ്ഞില്ല. ഓക്കെ, എങ്ങോട്ടാണ്? അതീവ ഗൗരവതരാണ്. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലേക്കാണ്. പാർട്ടിക്കൊരു പുതിയ സെക്രട്ടറിയെ കൂടി കിട്ടിയിരിക്കുന്നു. നിങ്ങളറിയണം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുളം കലക്കി മീൻ പിടിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുവിനെ മോശമാക്കി മുസ്ലിമിനെ പിടിക്കാനോ, മുസ്ലിമിനെ മോശമാക്കി ഹിന്ദുവിനെ പിടിക്കാനോ ശ്രമിച്ചവരല്ല. നിങ്ങളറിയണം, വിജയരാഘവൻ ഈ നാട്ടിൽ പറയുന്നത് എന്താണ്? അയാളുടെ ഇതൊരു പുതിയതല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുതിയതാന്ന്? ഞാൻ ഓർക്കുകയാണ്, ഒരു തവണ കേരള സംസ്ഥാനത്ത് അയാൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. വർഗീയ വിരുദ്ധ റാലി കണ്ണൂരിൽ. അന്ന് അയാൾ പറഞ്ഞു, മുമ്പ് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലെ ബുർഖയും പർദയും ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത് കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഇതെന്തോ താലിബാനോ? നോക്കണം നിങ്ങൾ അയാളെ ചോദ്യം. ദേശാഭിമാനി പരിധിയെ കാണാൻ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി. കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലി നടത്തിയ പ്രസംഗത്തിന്റെ പിറ്റേ ദിവസത്തെ ദേശാഭിമാനി, ഇത് കേരളത്തിൽ പർദയും ബുർഖയും വ്യാപകമായിരിക്കുന്നു, ഇതെന്തോ താലിബാനോ? പിന്നെ അയാൾ പറഞ്ഞത് അന്നെന്താ അറിയോ? മലപ്പുറം ജില്ലയിൽ റമദാൻ കാലമായി കഴിഞ്ഞാൽ നിർബന്ധിച്ച് മുസ്ലിം പ്രമാണിമാർ മറ്റുള്ളവരുടെ ഹോട്ടൽ അടപ്പിക്കുന്നു. ഇതെന്തോ സൗദിയോ? നോക്കണം നിങ്ങൾ. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്ന പേരിൽ സ്കൂൾ തുടങ്ങുകയും അതിൻ്റെ അകത്തൊരു പള്ളി ഉണ്ടാക്കുകയും എന്നിട്ട് അതിൻ്റെ അകത്ത് തീവ്രവാദം വളർത്തുകയും ചെയ്യുന്നത് കേരളത്തിൽ പെരുകിയിരിക്കുന്നു. വിജയരാഘവന്റെ പഴയ സ്റ്റേറ്റ്മെന്റാ. അന്ന് ഇയാള് രാജ്യസഭ MP സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ പഠിച്ച ആളാണ് ഇദ്ദേഹം. ഞാൻ ഓർക്കുന്നു അയാളുടെ SFI കാലം തൊട്ടുള്ള ഓരോ പ്രഭാഷണവും. മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിജയരാഘവന്റെ അബദ്ധമായിട്ടാണോ നിങ്ങളൊക്കെ കാണുന്നത്? അല്ല, കലക്കി മീൻ പിടിക്കണം. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ മുന്നേറി നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധി മുന്നേറി ഇങ്ങനെ നീങ്ങുന്ന സമയത്താണ് ഒന്നാം തവണ, രണ്ടാം തവണ, മൂന്നാം തവണ ചാനലായ ചാനൽ മുഴുവൻ കോൺഗ്രസ് മുന്നേറ്റം ശക്തിയേറുന്നു, കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നു, കോൺഗ്രസ് വിജയിക്കാൻ സാധ്യത, ഇതിങ്ങനെ ഫ്ലാഷ് ന്യൂസ് കാണിക്കുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദി ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് പറയുന്നത്, സഹോദരന്മാരെ, ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാമോ? വരുന്നത് രാഹുലാണെങ്കിലും കയറി ഭരിക്കാൻ പോകുന്നത് അഹമ്മദ് പാട്ടേലാണ്. കണ്ടോ? അഹമ്മദ് പാട്ടേൽ എന്ന പേര് കേൾക്കുമ്പോ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞ് ജാതി. അതാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി വരും എന്ന് പറയുന്നത്. ഞങ്ങള് CH മന്ത്രിയാക്കിയവരാ. ഞങ്ങൾ ജാതി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് ആഭ്യന്തരം കൈയാളിയിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. CH കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ. C for Christian, H for Hindu, M for Muslim. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ആലോചിക്കണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ CHന്റെ അടുക്കൽ നിവേദനവുമായി വന്നു കുറെ ആളുകൾ. ചേറ്റുവ പാലത്തിന്റെ നിവേദന. CH ചോദിച്ചു, എന്താണ് ഇത്ര ആളുകൾ ഇത്ര താല്പര്യത്തോടെ? കടലാസ് നീട്ടി അവർ പറഞ്ഞു, പൊന്നു CH,
ഈ പാലം വലിയ പ്രാധാന്യമുള്ള പാലമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? വന്നവര് പറഞ്ഞു, ഈ പാലം വന്നാൽ സമുദായത്തിന് നല്ല രക്ഷയാണ്. CH, എന്റെ പൊന്നു CH ആ കടലാസ് വാങ്ങി വെച്ച് അവരോട് പറഞ്ഞു, മക്കളെ, സമുദായത്തിന് നല്ല രക്ഷയുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയ പാലം, സോറി, അത് ഈ പാലമല്ല, അത് സിറാത്ത് പാലമാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുക എന്റെ പൊന്നു CH ചെയ്തത്. ഞങ്ങളെ പേര് മുസ്ലിം ലീഗ്. ഞങ്ങൾ ഈ പച്ചക്കൊടിയുമായി കേരളക്കരയിൽ നിറഞ്ഞു നിൽക്കുന്നവരാ. ഞങ്ങൾ EMSന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കരുണാകരന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നന്മകൾ വിതറിയിട്ടുണ്ട്. നിങ്ങൾ അറിയണം, മാർച്ചിട്ടുപാട്ടിക്ക് കൂടെ നിന്നാൽ ഹലാലും അല്ലെങ്കിൽ ഹറാമുമാണ്. നിങ്ങൾ അറിയണം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് INL മര്യാദക്ക് കൂട്ടിയത്. ഇതുവരെ INLന്റെ പോസ്റ്റർ മുഴുവൻ കണ്ടിട്ടുണ്ടോ? LDF പിന്തുണക്കുന്ന INL, അങ്ങനെ പറയാറ്. LDF പിന്തുണക്കുന്ന ഒരു INL. എന്താ? പ്രസവ റൂം എന്ന് എഴുതി പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം. വലിയ കൗരവാണത്. എന്തുകൊണ്ടാണത്? കൂട്ടത്തിൽ കൂട്ടൂല. 28 കൊല്ലായിട്ട് ക്വാറന്റൈനിലായിരുന്ന INL നെഗറ്റീവായത് ഈ തെരഞ്ഞെടുപ്പിലും മിനിഞ്ഞാന്നാണ്. ആലോചിക്കണം നിങ്ങൾ. അബ്ദുൽ നാസർ മഅദനി കൂടെ നിന്നപ്പോൾ മഹാത്മാഗാന്ധിക്ക് തുല്യൻ. ആരാ പറഞ്ഞത്? ഞങ്ങളാണോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോൾ സിമിയുടെ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആരാ? പ്രൊഫസർ അബ്ദുൽ വഹാബ്. 2 തവണ സ്ഥാനാർത്ഥിയായി. ഞങ്ങളെ കെയർ ഓഫില അല്ല, LDF സ്ഥാനാർത്ഥിയായിട്ട്. നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്? നിങ്ങളുടെ കൂടെ നിന്നാൽ ആരും കേമന്മാരാണ്. കേരളക്കരയിൽ BJPക്ക് അവസരം കൊടുക്കുന്നു എന്ന് അങ്ങാടിപ്പാട്ടായിരിക്കുന്നു. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ വന്നത് രാജിവെച്ചൊഴിഞ്ഞു. കോൺഗ്രസിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞാൻ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തല്ല. കേന്ദ്രത്തിൽ ഞങ്ങളും നിങ്ങളും ഒരേ വലുപ്പത്തിലായിരിക്കണം. ഞങ്ങൾ 3 MP-മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET, നമ്മുടെ ഖനി, തമിഴ്നാട്ടിൽ നിന്ന് കോടിച്ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്ത് അന്നും ഇന്നും എന്നും ഞങ്ങൾ സന്താപത്തിലും സന്തോഷത്തിലും പങ്കാ. നിങ്ങൾക്കും 3. 1 ആരിഫ്, ആലപ്പുഴയിലെ അരിവാള്. 2 അരിവാള് എവിടെ നിന്നാന്നറിയോ? തമിഴ്നാട്ടിൽ നിന്ന്. എങ്ങനെ കിട്ടിയെന്നറിയോ? രാഹുൽ ഗാന്ധിയുടെയും ഖായിദെ മില്ലത്തിന്റെയും ഫോട്ടോ പോസ്റ്ററിൽ വെച്ച് കിട്ടിയതാണ് ആ 2 MP-മാര്. അത് വേണ്ടെന്ന് വെക്കാൻ കഴിയോ നിങ്ങൾക്ക്? അത് വലുതല്ലേ, ഇത് ചെറുതല്ലേ? നിങ്ങൾ അറിയണം, മഞ്ചേശ്വരം, കുമ്പള, ബദിയെടുക്ക, അവിടങ്ങളിലൊക്കെ സ്ഥിരസമിതി അധ്യക്ഷന്മാർ ഇവര് പിന്തുണക്കുക. ഈ ചെറിയ ചെറിയ പാർട്ടികൾ വരും, SDPI ആയിട്ടും മറ്റുള്ള പാർട്ടികളായിട്ടും. എന്തിനാ? നേരിട്ട് മാർച്ചിട്ട് പാർട്ടിക്ക് പോകരുത്. എന്നിട്ടോ ലീഗ് പോരാന്ന് പറഞ്ഞ് ഇവരൊക്കെ പൊതുയോഗം നടത്തും. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ SDPI ആക്കിക്കണോ? ഇല്ല. 5 വക്ത് നിസ്കരിച്ച് നേരത്തിന് കുളിച്ച് നടക്കണ നല്ല നല്ല മക്കളെ സോപ്പടിച്ച് ഇതിലേക്കൊക്കെ കൊണ്ടുവരും. എന്നിട്ടോ ലീഗുള്ളോടത്ത് പിന്നെ എന്തിനാണ് ഒരു പുതിയത് ഉണ്ടാക്കണത്? എന്നാ UP പോയി ഉണ്ടാക്കണ്ടേ? അവിടെ ആരും ഇല്ല നോക്കാൻ. അവിടേക്ക് പോവുക. എന്നിട്ട് അവിടുത്തെ കഥ അവിടെ ഉപ്പും മഞ്ചമ്മ വന്നിരുന്ന് പറയും. UP-യിലെ ദീനരോധനം നീ കേട്ടില്ലേ? ബാബരി മസ്ജിദ് പൊളിഞ്ഞില്ലേ? അത് ഇവിടെ പറച്ചില്, അവിടെ പോയി പറയും. അവിടെയാണ് പൊളിഞ്ഞത്. ഇവിടെയോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദിനേന 100 കണക്കിന് പള്ളികൾക്ക് തറക്കല്ലിടുകയും തറക്കല്ലിട്ട പള്ളികൾക്ക് ഉദ്ഘാടന ദിവസം ഇമാമായി നിസ്കരിക്കുകയും ചെയ്യുന്ന പാണക്കാട് സയ്യിദന്മാരുള്ള നാടാണ് ഈ മണ്ണ്. ഇവിടെ വന്നിട്ട് ഇത് പറയാ. എന്നിട്ടോ അവിടുത്തെ കഷ്ടപ്പാട് മുഴുവൻ ഇവിടെ വിശദീകരിക്കുക. അല്ല, ചെയ്യേണ്ട പണി കുറച്ച് തലച്ചോറുണ്ടെങ്കിൽ ഇവിടുത്തെ സുഖം അവിടെ പോയി പറയും. ഇവിടെ ക്ഷേത്രം കത്തുമ്പോ ഹൗദിലെ വെള്ളം കൊണ്ടുപോയി കെടുത്തുന്നു. താനാളൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രം അപായപ്പെടുത്തുമ്പോൾ ലീഗുകാരൻ കാവൽ നിൽക്കുന്നു. ബാബരി മസ്ജിദ് പതനത്തിന് ശേഷം ദുഷ്ടന്മാരുടെ കൈകൾ അമ്പലങ്ങൾക്ക് നേരെ പോകുമ്പോ അരുത്, പാടില്ലെന്ന് പറയുന്ന പാണക്കാട്ടെ തങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാ സുഖം, ഇതവിടെ പോയി പറയണം. ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല അല്ലേ? അവിടെയുള്ള ലീഗിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പുതിയത് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളെ എളിമാന്റെയും മൂത്തമ്മാന്റെയും അമ്മായിന്റെയും വോട്ട് പസാദാക്കുക.
എന്നിട്ട് ലീഗിന് കുറവ് വരുത്തുക, മറ്റവനെ ജയിപ്പിക്കുക. 8 വോട്ടിനോ 9 വോട്ടിനോ എവിടെ തോൽക്കുന്നത്? എൻ്റെ വാർഡ് പോയതുപോലെ ഒരു 21 വോട്ടിനാണ്. ഈ ചെറു ചെറു സംഘടനകളൊക്കെ നിൽക്കുക. എന്നിട്ട് മാർച്ചിട്ടു പാർട്ടിക്ക് വളം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ മുമ്പന്തിലുണ്ട്. നിങ്ങൾ അറിയണം, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പിണറായിയുടെ സമീപത്താ. നമുക്ക് നഷ്ടപ്പെടുന്നത് 3 SDPI ജയിച്ചതുകൊണ്ടാണ്. നമ്മളുള്ളടത്ത് മാത്രം രൂപീകരിക്കുക. ഇവരുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, ഈട്ടിക്കെതിരെ. ആകെ 2 ആള് പാർലമെന്റിൽ പോയി പറയാനുള്ളത് ഇവിടുന്ന് ഏത് വിഷയം വന്നാലും ഈ 2 മനുഷ്യന്മാർ. ഇവരെ ചോര കുടിക്കാനായിട്ട് ഇവിടെ ഈ ആള് നിൽക്കണോട് തന്നെ നിൽക്കണ. ഈ ലുലുമാളുള്ളതിന്റെ മുന്നിൽ തന്നെ എന്തിനാടോ ഈ പെട്ടിപ്പീടിയ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. അത് വേറെ സ്ഥലത്ത് പോയി തുറക്ക്. എന്തിനാണത്? ഈ ദുരന്താണ് ഇപ്പൊ ഇന്ത്യ കണ്ടത്. അറിയണം, ഈ ദുരന്താണ് ഇന്ത്യ കണ്ടത്. 40 ആളാ ഇന്ത്യ ഭരിക്കണ്, 60 ആള് പുറത്തിരിക്കുക. 40 ആളാ ഇന്ത്യ ഭരിക്കണ്, 60 ആള് പുറത്തിരിക്കുക. 60 ആണോ 40 ആണോ വലുത്? ഏത് പൊട്ടനും പറയും 60 വലുത്. പിന്നെന്ത് 40 ഭരിച്ച് 60 പുറത്ത്? 60 3 20 വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നിക്കണം. അതിനായി മാർക്സിസ്റ്റുകാരോട് കാലങ്ങളായി ഞങ്ങൾ പറയുന്നു, BJP വരും. അതൊരു വിഷയമല്ല. 2 ആളായിരുന്നു. എനിക്ക് ഓർമ്മ വെക്കുമ്പോ എന്റെ പ്രായമുള്ളവർ ചിന്തിച്ചോളി. ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിച്ചാൽ ജയ് എന്ന് വിളിക്കാൻ ഒറ്റ അടൽ ബിഹാരി വാജ്പേയി. ഈ 2ൽ നിന്നൊരു കുതിപ്പാണ്. ഇന്ന് ഇന്ത്യ കയ്യിലെടുത്ത് അമ്മാനമാടുക. ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ? 3 മസലയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. ഒന്ന്, കോൺഗ്രസും BJPയും ഒരുപോലെ അല്ല. നിങ്ങൾ പറഞ്ഞ എന്താ? 2ഉം ഒരു നാണയത്തിന്റെ 2 വശം. എന്നാ കോൺഗ്രസ് പൗരത്വം കൊടുത്തിരുന്നോ? നിലനിൽപ്പ് ചോദ്യം ചെയ്തിരുന്നോ? ഇതൊരു ബേജാറുള്ള കാര്യാ. നിലമ്പൂർ ഭാഗത്ത് ഞാനിത് പറയുമ്പോൾ ഓൺലൈനായി പോവുക, അതോട് പറയാൻ പേടിയാ. നിലമ്പൂർ ഭാഗത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഈ പൗരത്വ വിഷയം വന്ന ശേഷം അയാൾക്ക് ലെവലില്ല. എന്താ കാര്യം? പേരക്കുട്ടികളായിട്ട് വിട്ടുപിരിയും എന്നുള്ള ബേജാറ് കയറിയതാണ്. കാരണം ഓരോ മക്കളെ രേഖ കാര്യങ്ങൾ ഇയാൾ കൊണ്ട്. കോൺഗ്രസ് എത്ര കാലായി ഇന്ത്യ ഭരിക്കുന്നു? കോൺഗ്രസ് പൗരത്വം കൊണ്ടുവരുമോ? രാഹുൽ ഗാന്ധി അതാ ആൺകുട്ടികളെ പോലെ പറഞ്ഞിക്കണ്. പിണറായി വിജയൻ ചോദിക്കാണ്, രമേശ് ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും ധൈര്യമുണ്ടോ കേരളത്തിൽ പൗരത്വം നടപ്പിലാക്കൂലെന്ന്? ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ നടപ്പിലാക്കൂലെന്ന് ഞങ്ങളെ ഇമാമ് പറഞ്ഞിക്കണ്. പിന്നെന്താടോ അവസാനത്തെ സ്റ്റെപ്പിലെ മാമൂമ്? ഞങ്ങളെ ഇമാമാണ് രാഹുൽജി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിൽ നടപ്പിലാക്കൂല. കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ടുണ്ടല്ലോ, 3ൽ 2 ഭൂരിപക്ഷം ഉണ്ടായില്ല. ഇന്ത്യയെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ കോൺഗ്രസ് അങ്ങനെ ഒരു നയം ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നല്ലോ. കൊടുത്തിട്ടില്ല. ഏക സിവിൽ കോഡ് കോൺഗ്രസ് കൊണ്ടുവരാൻ നയമുണ്ടോ? ഇല്ല. ഹിന്ദുവായി ജീവിക്കട്ടെ, മുസൽമാനായി ജീവിക്കട്ടെ. ഓരോരുത്തർക്കും മയ്യത്ത് മറവ് ചെയ്യാൻ, നിക്കാഹിന്, മറ്റുള്ളവരൊക്കെ വ്യത്യസ്ത ആചാരം അനുഷ്ഠാനം. ഇന്ത്യ പോലത്തെ ഒരു നാട് വേറുണ്ടോ ദുന്യാവില്? ഇത് സൗദിയല്ല, ഹുസ്നി മുബാറക്കിന്റെ ഈജിപ്ത് അല്ല, കേണൽ ഗദ്ദാഫിയുടെ ലിബിയല്ല, നേരത്തെ സദ്ദാം ഭരിച്ച ഇറാഖുമല്ല. ഇവിടെ ജാതിയിൽ പലത്, മതത്തിൽ പലത്, വർഗത്തിൽ പലത്, വർണ്ണത്തിൽ പലത്, ഭാഷയിൽ പലത്, വേഷത്തിൽ പലത്. ഇതെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോവുക ചെറിയ കാര്യമൊന്നല്ല. മാർക്സിസ്റ്റുകാരിങ്ങനെ ഇന്ത്യ ഭരിക്കണ കട പറഞ്ഞിട്ടാ തോന്നും ഇത് ഇവരാണ്ട് ഏൽപ്പിച്ചാൽ സ്വകാവുന്നു. ഇന്ത്യ ഭരിക്കാൻ ചെറിയ പണിയൊന്നല്ല. അറിയോ? വ്യത്യസ്ത സ്വഭാവക്കാരുള്ള ഒരു മഹല്ല് കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് അതിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റി കൊണ്ടെടുക്കാനുള്ള പെടാപ്പാട് അതിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. എന്തിനധികം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മക്കളെ ഒന്നായിട്ടൊരു പെരയിൽ കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു കുടുംബനാഥൻ അറിയാം. അതിലപ്പുറം ഇന്ത്യ. അവിടെയാണ് ഇപ്പൊ ഈ ജാതി പറഞ്ഞ് തമ്മിൽ അകറ്റണ്. എന്താ കുഞ്ഞൂഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, വേറൊരാള്. എന്നിട്ട് എന്താ പറയുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ പാണക്കാട് തങ്ങളും യോഗി ആദിത്യനാഥും ഒരുപോലെ അപകടകാരികൾ. മഹാദല്ലാഹ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചങ്ങാതിക്ക് യോഗി ആദിത്യനാഥിനെ അറിയില്ല, പാണക്കാട്ടെ തങ്ങളെ അറിയില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു ഇയാൾ. യോഗി ആദിത്യനാഥും പാണക്കാട് തങ്ങളും ഒരുപോലെ അപകടകാരികൾ. എന്തിനാണത്? ഈ വക വർത്താനം വേറെ എന്തെല്ലാം പറയാണ്ട് നമുക്ക്? രാഷ്ട്രീയം പറഞ്ഞൂടെ?
ഈ മതത്തുമ്മ തൊട്ടുള്ള കളി, ജാതി പറഞ്ഞുള്ള കളി, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും കണ്ട കാഴ്ച എന്താ? ഒരു നായർ സമുദായക്കാരനാണ് LDF സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു നായരുണ്ടെങ്കിൽ ആ നായരെ അടുത്തേക്ക് വേറൊരു നായരെ വിടുക. എന്നിട്ട് ആ നായരോട് പറയാ, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി തോറ്റാലേ നമ്മളെ കുട്ടിയാ തോൽക്കണ്, ശ്രദ്ധിക്കണട്ടാ. എന്നിട്ട് ജാതി പറഞ്ഞിട്ട് ആ കൊലത്തിൽ ഒരു ഈഴവനെ പിടിക്കുക. ഈഴവ സ്ഥാനാർത്ഥിയാണ് അരിവാളിനെങ്കിൽ ഒരു ഈഴവൻ അപ്പുറത്ത് കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ, കണ്ടില്ലേ ഈ കുട്ടി തോറ്റാൽ നമ്മൾ മൊത്തത്തിലാ നാറാൻ പോകുന്നതെന്ന് പറയാ. ഒരു സുന്നിയെ പിടിക്കുക, സുന്നിയോളെ വീട്ടിൽ കയറുക. ഒരു മുജാഹിദിനെ പിടിക്കുക, മുജാഹിദ് വീട്ടിൽ കയറുക. ജാതിയും മതവും പറഞ്ഞിട്ട് നിങ്ങളറിയോ? മഞ്ഞളാംകുഴി അലി മന്ത്രിയായപ്പോ പറഞ്ഞു, മുസ്ലിം മന്ത്രി ഇതാ വന്നിരിക്കുന്നു. കൈരളി ചാനൽ, മുസ്ലിം മന്ത്രിയോ, ഭക്ഷ്യമന്ത്രി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വകുപ്പ് ആദ്യമായിട്ടാണ്. ആരാ? APJ അബ്ദുൽ കലാം. മുസ്ലിം രാഷ്ട്രപതിയാണോ? നോ, ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ആരാണ്? ജ്ഞാനി സെയിൻ സിംഗ്. സിഖ് രാഷ്ട്രപതിയാണോ? നോ, അല്ല, ഇന്ത്യൻ രാഷ്ട്രപതി. ആരാണ്? KR നാരായണൻ. ഹിന്ദു രാഷ്ട്രപതിയാണോ? അല്ല, ഇന്ത്യൻ രാഷ്ട്രപതി. ആരാണ്? EMS, കേരള മുഖ്യമന്ത്രി. ആരാണ്? പിണറായി വിജയൻ. ഈഴവ മുഖ്യമന്ത്രിയല്ല, കേരള മുഖ്യമന്ത്രി. ആരാണ്? നരേന്ദ്രമോദി. ഹിന്ദു പ്രധാനമന്ത്രിയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി. ആരാണ്? CH. മുസ്ലിം മുഖ്യമന്ത്രിയല്ല, കേരള മുഖ്യമന്ത്രി. ജാതി പറയാ, മതം പറയാ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. AK ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിക്കുകയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തിരൂരങ്ങാടിയിൽ കൊണ്ടുവരുന്നത്. ഇവര് പറഞ്ഞു, ആരാ പറയുന്നത്? അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു, പള്ളി പൊളിച്ച കൈപ്പത്തിയുമായാ വരുന്നത്. ഉടനെ TK ഹംസാക്ക് പ്രസംഗിച്ചു ചെമ്മാട്ടങ്ങാടിയിൽ. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മണ്ണിൽ ആന്റണിയോ. എന്താ അതിന്റെ അർത്ഥം? ആന്റണി ക്രിസ്ത്യാനിയാണ്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് ഇയാളോ എന്നാ ചോദ്യം. നോക്കണങ്ങള്, അപകടകരമായ ചോദ്യം. വേറൊരു കൂട്ടർ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി ഈ സീറ്റ് പാണക്കാട്ട് തങ്ങളെ പിടിച്ചിട്ട് കോൺഗ്രസിന് വിറ്റിരിക്കുന്നു. രണ്ടാമത്തെ ഫിത്തന. നമ്പർ 3 ഫിത്തന എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീപ്പിൽ പാട്ട്, കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും. ഇതെല്ലാം കൂടി കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. നാലാമത്തെ ഫിത്തന ഇടതു സ്ഥാനാർത്ഥിയെ ഇരുത്തിയിട്ടാണ്. സഹോദരന്മാരെ, ആന്റണിക്ക് ഇവിടെ ആരാ വോട്ട് ചെയ്യുക? അതിന്റെ അർത്ഥം എന്താ? മൂപ്പര ആൾക്കാർ ഇവിടെ ഇല്ല, ക്രിസ്ത്യാനിനെ ഇഷാർത്താക്കണം. എന്നിട്ടോ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ആരാ? ഡോക്ടർ NA കരീം. ആരാ ഈ ഡോക്ടർ NA കരീം? ജുമാക്കൊന്നും പോവില്ല, നല്ല മുസ്ലിം സ്ഥാനാർത്ഥി. അങ്ങനെ ഉണ്ടല്ലോ. പണ്ടൊരു ചങ്ങായി പറഞ്ഞു, വല്യുപ്പാനെ നല്ല പേടിയാ, ഞാൻ തറവാട്ടങ്ങൾക്ക് പോവില്ല. അള്ളാനി നല്ല പേടിയാ, ഞാൻ പള്ളിക്കൊക്കെ പോവില്ല അറിഞ്ഞു. അതുപോലത്തെ ഒരു മുതല്. ആര്? ഡോക്ടർ NA കരീം. അയാളെ ഇരുത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥാനാർത്ഥി. കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക പൊത്തിപ്പോകും. അങ്ങനെ അഞ്ചാമത്തെ ഫിത്തന വീണ്ടും വന്നു. എന്താ ഫിത്തന? കുടുംബയോഗം തുടങ്ങുന്നത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് അനൗൺസ് ചെയ്തു പോവുക പരപ്പനങ്ങാടിയിലൂടെ. പരപ്പനങ്ങാടി കടപ്പുറത്ത് കുടുംബയോഗം നിറഞ്ഞു നിൽക്കുന്നത് മക്കനധാരികളായ വല്യമ്മമാര്. പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, ചിഹ്നം കൈപ്പത്തി. അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു, പള്ളി പൊളിച്ച കൈപ്പത്തി. TK ഹംസാക്ക പറഞ്ഞു, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മണ്ണിൽ ആന്റണിയോ. ഇതാ NA കരീം ഇഷാറത്താക്കുകയാണ് സമുദായത്തിനോട്. സമുദായത്തെ കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മാനെ അന്ന് ചാനലുകാരെ പ്രസവിച്ചിട്ടില്ല. അന്ന് മാതൃഭൂമിയുടെ ലേഖകൻ പേനയെടുത്ത് കടലാസമെടുത്ത് കുടുംബയോഗം കഴിഞ്ഞു വരുന്ന മക്കനയിട്ട വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ചോദ്യം. അല്ല വല്യമ്മ, ഈ കണ്ട കാലം മുഴുവൻ ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ ഈ കൈപ്പത്തിക്ക് ചെയ്യുക? എങ്ങനെയാ മോനെ? ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ ഈ കൈപ്പത്തിക്ക് ചെയ്യാൻ? ആ വല്യമ്മ നിലത്ത് കിടക്കുന്നൊരു കൊള്ളി കഷ്ണം എടുത്തിട്ട് പറഞ്ഞിട കുട്ടിയെ,
ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ടെ കുട്ടികൾ പറഞ്ഞ വോട്ട് തീമുണ്ടാവും, ചിലക്കാതെ പോടാ അവിടുന്ന്. അറിയോ? ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ടെ കുട്ടികൾ പറഞ്ഞാൽ വോട്ട് തീമുണ്ടാവും, ചിലക്കാതെ പോടാ അവിടുന്നാണ്. ആ വല്യമ്മാന്റെ തലച്ചോറാണ് മലബാറിന്റെ തലച്ചോറ്, കേരളീയ പൊതുസമൂഹത്തിന്റെ തലച്ചോറ്. ആ നന്മയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജാതി പറഞ്ഞ് വന്നവരെ കെട്ടിച്ചിട്ട് ഔക്കാദർ കുട്ടിനഹക്ക് പോലും നൽകിയതിനേക്കാൾ വമ്പൻ ലീഡ് ശ്രീമാൻ AK ആന്റണിക്ക് നൽകിയിട്ട് അധികാര സിംഹാസനത്തിൽ ഇരുത്താൻ കൊണ്ടുപോയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ ഈ പച്ചക്കൊടിയോടുള്ള എതിർപ്പുള്ള ഒരു ധാരാളം ഉണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ കൊടിയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറി വെച്ചത് വരെ കൂട്ടാത്തവര് ഈ കൂട്ടത്തിലുണ്ട് പല സമൂഹത്തിൽ. അതിനൊക്കെ മറികടന്നാണ് ഞങ്ങൾ കേരളത്തിൽ ഈ തൂക്കമൊപ്പിച്ചു പോകുന്നത്. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അറിയണം എന്ത് നല്ല സ്നേഹത്തിൽ. അതല്ലേ പ്രിയപ്പെട്ട CH ചെയ്തത്, അതല്ലേ ET ചെയ്തത്. അതാണ് PKK ബാവ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു. നോക്കണങ്ങള്, ഒരു ഹൈന്ദവൻ നേർച്ച നേരിയൻ ലീഗ് ജയിക്കാൻ. അപ്പൊ സ്വസമുദായത്തിൽ ലീഗ് തോൽക്കാൻ ദാത്തീവ് നടത്തുന്ന നേരാണ് നമ്മൾ ആലോചിക്കണം. അങ്ങനെ മറ്റു സമുദായക്കാർക്കിടയിൽ നമ്മൾ ജീവിച്ചു കാണിച്ചു കൊടുത്തു. ഹിന്ദു മുസ്ലിം മൈത്രി കാത്തു സൂക്ഷിച്ചു. കർക്കിടക മാസത്തിലെ രാമായണം, ഡിസംബർ മാസത്തിലെ ബൈബിൾ, റമദാൻ മാസത്തിലെ ഖുർആൻ, അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന ഈ മണ്ണ്, ഇവിടെ ചന്ദന പൊട്ടുധരിച്ച ചന്ദ്രനും നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശു ധരിച്ച കുര്യാക്കോസും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞു. അറബ് ഭാഷക്ക് മാന്യമായ പദവി കൊടുത്തപ്പോ സംസ്കൃതത്തെ നമ്മൾ വഴിയിലിട്ടേച്ചു പോന്നില്ല. മമ്പുറം മക്കാമിലേക്ക് പാലമുണ്ടാക്കി കൊടുക്കുമ്പോ ശബരിമലയെ നമ്മൾ മറന്നില്ല. ആ റോഡ് വീതി കൂടിയപ്പോഴാണ് ഒരു സ്വാമി മാതൃഭൂമിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ എഴുതിയത്. ഞങ്ങൾ സ്വാമിമാർ നിരവധി മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തിട്ട് നടക്കാത്ത കാര്യം PKK ബാവ എന്ന ലീഗിന്റെ മന്ത്രി ചെയ്തു തന്നിരിക്കുന്നു. ഞങ്ങൾ ശബരിമല സന്നിധാനത്തിൽ പോയാൽ വാവര് പള്ളിയുടെ അടുക്കൽ പോകാറുണ്ട്. അവിടെ പോയി ഞങ്ങൾ പാടാറുണ്ട്, വാവര് സ്വാമിയെ ശരണം പൊന്നയ്യപ്പ എന്ന്. എന്നാൽ ലീഗിന്റെ മന്ത്രിയായ ബാവ ചെയ്ത ഈ നന്ദി കാണുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ തോന്നുന്നു, ബാവ മന്ത്രിയെ ശരണം പൊന്നയ്യപ്പ എന്ന് പറഞ്ഞത് ഒരു സ്വാമിയാണ്. നമ്മൾ അറിയണം, ഞങ്ങൾ ഈ നാട്ടിൽ സാധുക്കളെ സ്നേഹിച്ച് സാധുക്കളെ സേവിച്ച് എന്ത് മാന്യമായി പോവുകയാണ്. നിങ്ങൾക്കറിയോ, ET വിളിച്ച് CH സെന്ററിൽ അഡ്മിറ്റായ രോഗി ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധിച്ചും കണ്ടുവന്ന് CH സെന്ററിന്റെ നാട്ടിലെ വീൽ ചെയറിൽ ഇരുത്തി അയാളെ കൊണ്ടുവരികയാണ്. അയാൾ ബൂത്തിലെത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കണ്ണു കാണൂല. അപ്പൊ നിങ്ങൾ ഏനാ വോട്ട് ചെയ്യണേ? ഞാൻ അരിവാളിനാണ്. അയാൾ അരിവാളിന് വോട്ട് ചെയ്ത് പോയി. ഇന്നും അയാൾ ഉടലോട് കൂടി ഇരിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാകുന്ന നീക്കം നടത്താൻ കഴിയുമോ? സംശയമുള്ളവര് ഈ നടുവണ്ണൂർ പഞ്ചായത്തിന്റെ തൊട്ടിപ്പുറത്തൊന്ന് പോയി നോക്കണം. കോട്ടൂരോ എന്താ പഞ്ചായത്തിന്റെ പേര് ഞാൻ മറന്നത്. അവിടെ ഒരു പുരുഷോത്തമനുണ്ട്, മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM-ന് എതിരെ പാർട്ടിയുടെ അണികൾ പഴയ പോലെയല്ല. ഈ ശബരിമല വിഷയം വന്ന ശേഷം നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരാലപ്പുഴ മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ കണ്ണൂരും അവിടെ സുധാകരനും ഇവിടെ മുരളിയും ഒക്കെ ജയിക്കുക. എന്താ കാര്യം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബൂത്തിലൊക്കെ നല്ല ലീഡ്. പിണറായിയുടെ വോട്ടൊക്കെ ലീഡൊക്കെ വളരെ കുത്തനെ കുറഞ്ഞു. ധർമ്മട മണ്ഡലം മാർക്സിസ്റ്റേര് വന്ന് വോട്ട് ചെയ്ത് പോവുകയാണ്. എന്താ കാര്യം? ശബരിമലയെ നിങ്ങൾ കാണിച്ചത് ചില്ലറ കളിയാണോ? എന്തിനാ ഇതിലൊക്കെ തൊട്ട് കളിക്കുന്നത്? എന്താ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതമല്ല പ്രശ്നം, മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അതായിരുന്നു മുദ്രാവാക്യം. എന്നാൽ ഈ രാകേഷിന്റെ ഭാര്യയെ ചുമതലപ്പെടുത്തുമ്പോ മതം എഴുതി ചേർക്കാൻ. മതം ആവശ്യമുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന് നമ്മൾ പറയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു എല്ലാവരും കുരങ്ങനിൽ നിന്നാണ്, കുരങ്ങാകട്ടെ വയനാട്ടിൽ നിന്നും എന്ന തത്വമാണ്. ആ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. അവര്
ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചോര പുരണ്ട മുസാഫ് പറഞ്ഞിട്ടാണ് സമർക്കന്ത് പിടിച്ചെടുത്തത്. ബുഖാരി, ഇമാം ബുഖാരി തങ്ങളുടെ മണ്ണ്, പാണക്കാട്ടെ തങ്ങളത് പിന്നല്ലേ. ഇമാം ബുഖാരിയുടെ മണ്ണ് ചുവപ്പിച്ചത് ഖുർആന്റെ കാരണം പറഞ്ഞിട്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുസാഫ് ചോര പുരണ്ട വഫാത്താകുമ്പോൾ ഉപയോഗിച്ച ചോര പുരണ്ട മുസാഫ് സാർ ചക്രവർത്തിമാരെ കൊട്ടാരത്തിലുണ്ട്, ഞങ്ങൾ മോചിപ്പിച്ചു തരാം. പോയി യുദ്ധം നേടി വിജയിച്ചു. എന്താ ചെയ്തത്? യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ ആ മുസാഫ് കാണിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഖുർആൻ കണ്ടുകെട്ടി, പള്ളികൾ അടച്ചുപൂട്ടി, മദ്രസകൾ മ്യൂസിയമാക്കി, ഖാദിമാരെ നാടുകടത്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരെ നാടുകടത്തി, അറബ് ഭാഷ നിരോധിച്ചു. മാർഷിറ്റ് പാർട്ടിക്ക് ഭരണം കിട്ടിയാൽ അവർ മതത്തെ തൊട്ട് കളിക്കും. കേരളത്തിൽ ഒരു കാലത്ത് തുടങ്ങിയില്ലേ മതമില്ലാത്ത ജീവൻ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ ദർസും ഈ മജ്ലിസുന്നൂറും ഈ ഏർപ്പാടൊക്കെ നടത്തിയിട്ടും കുട്ടികളെ നേരം വണ്ണം ചൊവ്വേ കിട്ടണില്ല. ആ കുട്ടികളെയാണ് വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കും. പിന്നെ KT ജലീലൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റില്ല. മാപ്പിള സഖാക്കളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും വരുമ്പോൾ ഒരു ലൈനിൽ വരില്ല. അങ്ങനെയാണ്. നമ്മളെ എസ്ഐ ഇവിടെ എഴുതുന്നുണ്ടെങ്കിൽ ബൈക്കേരെ പണി എന്താ? ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഇടായി കൂടിയൊക്കെ പോകും, ഈ ബൈക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ചാർജ് ചെയ്യും. ഈ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന ശേഷം ഇവരാരുമില്ല. ഇനി ഇവരിങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ വരും, ഞങ്ങളാണ് സമുദായത്തിന്റെ രക്ഷകർ എന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? പിണറായി വിജയന്റെ പിന്നില് ഇവർ നിൽക്കുകയാണ്. പിണറായി ഇമാമായി നിൽക്കുകയാണ്. പിണറായി എന്ത് ചെയ്യുന്നുവോ അതുപോലെ ഇവരും ചെയ്യാൻ. മുമ്പ് നമസ്കാരം അറിയാത്ത കുറെ ആളുകൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് ഈ ജമാഅത്ത് എന്താണെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടത്? ഇമാമ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നിൽ നിൽക്കുക, ഞാൻ ചെയ്യുന്നത് പോലെ ഒക്കെ ചെയ്യുക, അതാണ് ജമാഅത്ത്. ഇമാമ് കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, ഇവരും കെട്ടി. ഇമാം റുക്കോയിൽ പോയി, ഇവരും പോയി. ഇമാം സുജൂദിൽ പോയി, ഇവരും പോയി. ആദ്യത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുമ്പോഴാണ് ഈ ഇമാമിന് സാധാരണ ഉണ്ടാകാറുള്ള അപസ്മാരത്തിന്റെ ഇളക്കം തുടങ്ങിയത്. മാമൂമിങ്ങൾ മുഴുവനും കരുതി നിസ്കാരത്തിന്റെ ഫറദിൽപ്പെട്ടതാകാം എന്ന് കരുതി എല്ലാവരും ഇളകാൻ തുടങ്ങി. പിന്നെ ഇമാം അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അൽ കാഫിന്റെ പിച്ച് ചീന്താൻ തുടങ്ങി. മാമൂമിങ്ങൾ കരുതി 13 പിച്ച് ചീന്തലായിരിക്കാം. എല്ലാവരും പിച്ച് ചീന്തി. ഇമാം നിലത്ത് വീണു, ഇവരും വീണ്. ഇമാം അങ്ങനെ ഉരുണ്ടുരുണ്ട് ഹൗദിൽ പോയി ചാടിയത്രേ. ഒരുത്തൻ പറഞ്ഞു മറ്റൊരുത്തനോട്, അതെ 14 തർത്തീബ് വഴിക്ക് വഴി നമുക്കെല്ലാം ഹൗദിലേക്ക് ഉരുണ്ടുരുണ്ട് ചാടാം. ഇസ്ലാമിക ശരീഅത്തിനെ പിണറായി ചിന്തുന്നു. പൗരത്വ വിഷയത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു. RSSന് ഒത്താശ ചെയ്ത് CPIയുടെ പോലും എതിർപ്പ് വാങ്ങുന്നു. ഇവരും ഇതിന്റെ കൂടെ നിൽക്കുന്നു. ഇനി ഓരോന്നും പിച്ച് ചീന്തി ഈ നരേന്ദ്രമോദി പിണറായി വിജയന്റെ പിന്നാലെ നിന്നിട്ട് ഉരുണ്ടുരുണ്ട് അപ്പുറത്തേക്ക് ചാടുന്ന പരുവത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഈ പൊതുയോഗം. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഇപ്പൊ നാട്ടിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി. പഴയ മാർക്സിസ്റ്റ് പാർട്ടി പരേതനായ മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ന് പാവങ്ങളോട് സ്നേഹമില്ല, ആരോടില്ല, ഒരു ഗുണമില്ല. സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ തിരികെ കയറ്റാണ്. കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ എന്തിനാ മരിച്ചത്? രാഘവന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ടാണ്. എന്തിനാ എടുത്തു ചാടിയത്? മുതലാളിമാരുടെ സ്വാശ്രയ സ്ഥാപനം പാടില്ലെന്ന് പറയാം. എന്നാലോ മന്ത്രി സുധാകരന്റെ ഭാര്യ എവിടെയായി ഇരുന്നിരുന്നത്? സുധാകരന്റെ ഭാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ പോസ്റ്റില്. അപ്പോ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ശവകുടീരത്തിന്റെ മുകളിലാ കസേരട്ടിരുന്നത്. അത് പാടില്ലെന്ന് പറഞ്ഞിട്ട് അതേ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡയറക്ടർ പോസ്റ്റിൽ ആര്? സുധാകരന്റെ ഭാര്യ. നിയമനങ്ങളെല്ലാം അങ്ങനെ പോവുകയാണ്. ഓരോ വഴിക്കും ഓരോന്ന്, ദിവസേന ഓരോ അഴിമതി. ദേവസ്വം ബോർഡിന്റെ 10 കോടി, KSRTCയിൽ വരെ 100 കോടി. KSRTC എന്നൊക്കെ പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും ഒപ്പം ചേർന്നൊരു ടീമാണ്. അഖിലു മാലിൽ യത്തീം എന്ന് പറഞ്ഞാൽ അതിലപ്പുറഞ്ഞ് വേറെന്താ ഉള്ളത്? KSRTCയിലെ 100 കോടി, പ്രളയത്തിന്റെ ഫണ്ട് എല്ലാം അടിച്ചു പോയി. കടല വിറ്റ് ജീവിച്ചിട്ടുണ്ട്, പക്ഷെ കടലും വിറ്റ് ജീവിച്ചു ഈ സാധുക്കൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ഇതാരോടാ പറയാ? ഇവിടെ എന്തെങ്കിലും ഒരു സഖാവ് തെറ്റ് ചെയ്ത ബ്രാഞ്ചിനോട് പറയണം, ഓൻ തിരുത്തുവോ? 5 മിനിറ്റ് കൂടി ഞാൻ നിർത്താം. എന്നാ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞാലോ ജില്ല തിരുത്തുവോ? ഇല്ല. കൊടിയേരിനോട് പറഞ്ഞാലോ മൂപ്പരാണെങ്കിൽ ചെക്കന്മാരെ കേസിൽ ഭയങ്കര പ്രശ്നത്തില. രാഹുൽ ഗാന്ധി പ്രിയങ്കി എത്ര നന്മ ചെയ്താ നീങ്ങുന്നത്? പാണക്കാട്ടെ മുനവ്വിർ അലി തങ്ങളും ബഷീർ അലി തങ്ങളും എത്ര നന്മ ചെയ്താ നീങ്ങുന്നത്? അതുപോലെയാണോ കൊടിയേരിയുടെ 2 മക്കള്? നാളെ കൊണ്ടോട്ടിയിലെ കുട്ടി പറഞ്ഞില്ലേ, ചിലവലത് ശരിയാവും ചിലവലത് ശരിയാവില്ല, പക്ഷെ ഈ ചങ്ങായിയുടെ 2ഉം ശരിയായില്ല എന്നുള്ളത് വലിയൊരു ദുര്യോഗല്ലേ? അറബിയെ പറ്റിച്ച കേസ്, എന്തെല്ലാം മയക്കുമരുന്ന് കേസ്. എന്നിട്ടോ പാർട്ടി സെക്രട്ടറി രാജിവെച്ചിരിക്കുകയാണ്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ മോനായി നോക്കണ്ടേ? അത് KPA മജീദിന്റെ മകനായി നോക്കണ്ടേ? നിങ്ങൾക്ക് എന്തും നടത്താം. പിന്നെ ഇതിലൊക്കെ വല്ല കുലുമാലുണ്ടായ പറയേണ്ട ആളാഞ്ഞ ഈ പിണറായി. മൂപ്പര ശൈലി എന്താ? സെൽഫി എടുക്കാമെന്ന SFIക്കാരന്റെ കൈക്കാ തട്ടിയത്. പോയിരിക്ക അവിടെയെന്ന് ഒരു വയസ്സായ സ്ത്രീയോട്, കടക്ക് പുറത്ത് നിന്ന് പത്രക്കാരോട്. നികൃഷ്ടജീവി ആര്? ഫാദർ നമ്മുടെ താമരശ്ശേരി രൂപതയോട്. ആരോടാ പറയാത്തത്? വെളിയം ഭാർഗവനോട്, മിസ്റ്റർ വെളിയം, ഇത് നിങ്ങളെ പാർട്ടി ഓഫീസായി പോയി, അല്ലെങ്കിൽ വിവരം അറിയായിരുന്നു. ഇപ്പൊ അതാ നിയമസഭയിൽ ഇയാൾ പറഞ്ഞത് എന്താ? PT തോമസേ, എനിക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല എന്ന്. അറവേറന അയാള്. ഇയാൾ ആരാ? കേരളത്തിന്റെ ഭരണത്തലവനോ അതോ കൊള്ളത്തലവനോ? എന്നിട്ട് പറയും ഞാൻ മറ്റൊരു ജനുസാ. ഏതാ ഈ ജനുസ്? ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്തെല്ലാം വർത്താനം ഒരു മുഖ്യമന്ത്രി പറയുന്നത്! ഒരു കേരളത്തിന്റെ ഭരണത്തലവന്റെ ശൈലിയാണിത്. നോക്കണം നിങ്ങൾ. ആരും വില വെക്കൂല, ആരും വില വെക്കൂല. അയാൾ കണ്ടില്ല, VS-നെ ആ കോലത്തിലാക്കി. മൂപ്പരാണെങ്കിൽ ഒന്നിനും ഉണ്ടാട്ടില്ല. ഇപ്പൊ അതാ മതിയാവോളം ശമ്പളം. അത് വേറൊരു മൂത്താപ്പ. ഉറങ്ങി തൂങ്ങിയതിന് കോടിക്കണക്കിന് ഉറുപ്പ്യ ശമ്പളം വാങ്ങിയ ദുന്യാവിലെ ഒരേ ഒരു മനുഷ്യൻ. ഇതൊക്കെ വാങ്ങിയിട്ട് അയാൾ ഇപ്പം മിനിഞ്ഞാന്ന് രാജിവെച്ചത്. ഈ ഗവൺമെന്റിന്റെ കാലാവധി നാളെ മറ്റന്നാ തീരുകയാണ്. ഇപ്പൊ ഒരു 4 മണിക്ക് വിടണ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ 3:59 ചോദിച്ചു പോക്ക്? ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണത്. എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? അതാണ് പെരുമാറാൻ അറിയില്ല. രമേശ് ചെന്നിത്തലയുടെ അടുത്ത് കാലുകൊണ്ട് സെൽഫി എടുക്കുന്ന ഒരു കുട്ടിയുണ്ട്, വികലാംഗൻ. മുനവ്വിർ അലി തങ്ങളെടുത്ത്, ഹൈദർ അലി തങ്ങളെടുത്ത് പോയിട്ട് നമുക്ക് സെൽഫി എടുക്കാം. രാഹുലും പ്രിയങ്കയും ജീവൻ പണയം വെച്ചിട്ടാ നടക്കണം. അവരുടെ അച്ഛൻ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇതുപോലെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പൂമാലയ്ക്ക് വേണ്ടി തല നീട്ടിക്കൊടുത്ത കാരണത്താൽ ചോരപ്പൂക്കളം തീർത്ത് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ വീരവൃത്തി വരിച്ചത്. ആ രാഹുലിന്റെ മക്കള്, രാജീവിന്റെ മക്കള്, രാഹുലും പ്രിയങ്കയും സെൽഫിക്ക് നിന്ന് കൊടുക്കുകയാണ്. ഇയാൾ ആരാ? തമ്പുരാൻ പിണറായി. സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളെ ഉമ്മൻചാണ്ടി കണ്ട പാതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിങ്ങനെ നിന്ന നിപ്പിൽ നിന്നിട്ട് നാട്ടുകാരെ പരാതി മുഴുവൻ സ്വീകരിച്ചിട്ട് അത്തായത്തിന്റെ നേരത്ത് ചോദിക്കുകയാണ്, എന്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? പിണറായി ആരാ? ഒരു കുട്ടി പറയാ, സാർ ഇനി ചോദ്യമില്ല. ആരായാൾ? ആലോചിക്കണം. ഇതെന്തു പെരുമാറ്റ? ഇയാളോട് വല്ലതും ചോദിക്കാൻ പറ്റും? നമ്മുടെ റാഷിദ് പടന്നിലുണ്ട് ഇവിടെ. പോയ മുതല്. അതെ, നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ആണ് പിന്നാലെ ഇറക്കുന്ന ആള്. ഭയങ്കര സംഭവ. റാഷിദ് അത്തായത്തിന്റെ നേരത്ത് ഉമ്മൻചാണ്ടിക്ക് വിളിച്ച്. ഉമ്മൻചാണ്ടി ഫോൺ എടുത്ത് ചോദിച്ചു, ആരാന്ന്? ഞാൻ പടനിലത്തുനിന്ന് റാഷിദാണ്. എന്താ റാഷിദ, എന്നെ പോലീസ് പിടിച്ചോന്ന്? റാഷിദ് പറഞ്ഞല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ 24 മണിക്കൂറും കിട്ടുമെന്ന് കേട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ് റാഷിദ്. ഇവിടുന്ന് പോയിപ്പോ അയാൾ ഈ പടനിലത്തെ ഇറങ്ങ വിളിക്കാം. ഇന്ന് ഈ മുഖ്യമന്ത്രിനോട് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? പോയിരിക്ക അവിടെ കടക്ക് പുറത്ത്. കള്ളുടിച്ചാ പള്ളേക്കെടുക്കണം. പാർട്ടി മീറ്റിങ്ങിൽ പെരുമാറ്റം മോശം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ട് മാറ്റത്തിനല്ല പെരുമാറ്റത്തിനാണ്. അതിനായിരിക്കട്ടെ ഈ പൊതുയോഗം. നന്ദി. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, മുസ്ലിം ലീഗ് ഒരുക്കുന്ന ഗാനവിരുന്ന് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ആളുകളെ ക്ഷണിച്ചോളും.